വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കഴിവുള്ളവരാണ്. എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകൾ മുഖ്യമന്ത്രിയാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ ചോദ്യം ഇന്ന് സഭയിൽ ഈ രൂപത്തിലല്ലെങ്കിലും മറ്റൊരു രൂപത്തിൽ ഉയർന്നു വന്നു. ഇന്ന് അടിയന്തര പ്രമേയമുണ്ടായിരുന്നു. മത്സ്യമേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരുന്നു അടിയന്തര പ്രമേയം. സജി ചെറിയാൻ മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂറാണ് മറുപടി പറഞ്ഞത്. മറുപടി തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും എഴുന്നേറ്റു ഷിബു ബേബി ജോൺ. മന്ത്രി മറുപടി പറയുന്ന ഘട്ടത്തിൽ അങ്ങനെ ഇടപെടാൻ പാടുണ്ടോ എന്ന ചോദ്യം ആ സമയത്ത് തന്നെ സ്പീക്കർ ചോദിക്കുന്നുണ്ട്. കാണാം നമുക്ക് ആ ദൃശ്യങ്ങൾ. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന നടപടികളുമായിട്ടാണ് സർക്കാർ പറയാനുള്ള അവസരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങനെ നമുക്കൊരു കീഴ്വഴക്കമുണ്ടോ? അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളല്ലേ, ചോദിച്ചോളൂ. വഴങ്ങിയത് കൊണ്ട് ഞാൻ വളരെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇറങ്ങിപ്പോക്കിന് മുമ്പ് സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുന്നേറ്റു. സ്വാഭാവികമായും മന്ത്രിയുടെ മറുപടിയും അതിനിടയിൽ വനം വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഷിബു ബേബി ജോൺ ഇടപെട്ടതുമൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്തിനാണ് വനം വകുപ്പ് മന്ത്രി ഇടപെട്ടത്? അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി കഴിവുകേടാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണോ ഇതിന് പിന്നിൽ? ഇതാണ് പിണറായി വിജയൻ ഉയർത്തിയ സംശയവും ചോദ്യവും. കേൾക്കാം. കാരണം ഒരു ഘട്ടത്തില് ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറയണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലല്ലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാള് സഭയിൽ പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകളാ. അദ്ദേഹത്തിന് മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലാലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടുണ്ടോ? അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് സഭ ഓർഡറിലാക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക. അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ, അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. അടിയന്തര പ്രമേയത്തിന് പ്ലീസ് ഞാനത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ. അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എന്റെ അഭിപ്രായത്തെ കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്ക് അതിനിടയിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. മുഖ്യമന്ത്രി സംസാരിക്കാൻ എഴുന്നേറ്റാൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഇരിക്കണം. മുഖ്യമന്ത്രി സഭാ നേതാവാണ്. സഭാ നേതാവ് സംസാരിക്കാൻ എഴുന്നേറ്റാൽ എല്ലാവരും നിശബ്ദത പാലിക്കണം, അദ്ദേഹത്തിന് സമയം കൊടുക്കണം. അതാണ് പതിവ് കീഴ്വഴക്കം. അതുതന്നെ സംഭവിച്ചു. പിണറായി വിജയൻ സീറ്റിലിരുന്നു, മുഖ്യമന്ത്രി സംസാരിച്ചു. അങ്ങേ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ
അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം. അദ്ദേഹത്തിന്റെ രണ്ട് ആവശ്യം: ഒന്നുകിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പിൻവലിക്കണം, അല്ലെങ്കിൽ രേഖകൾ ഉണ്ടാവാൻ പാടില്ല. അത് കുറച്ച് കടുപ്പത്തിലാണ് വി.ഡി. സതീശൻ പറയുന്നത് സ്പീക്കറുടെ മുഖത്ത് നോക്കി. എന്നാൽ രണ്ടും സംഭവിച്ചില്ല. പ്രസ്താവനയിൽ നിന്ന് പുറകോട്ട് പോകാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. രേഖയിൽ നിന്ന് മാറ്റിയതുമില്ല പിണറായി വിജയന്റെ പ്രസ്താവന. സ്പീക്കർ പിണറായി വിജയന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായി ഇരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. മുഖ്യമന്ത്രിയുടെ അന്ത്യശാസനത്തിന് ശേഷമാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. സ്പീക്കർ അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ വാക്കുകൾ രേഖകളിൽ നിന്ന് നീക്കിയതുമില്ല. വെറുതെ വടികൊടുത്ത് അടിവാങ്ങിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇന്ന് സഭയിൽ കണ്ടത്. അവിടെയും നാണം കെട്ടുപോയി മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ.